ഗൈസ്, അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്നത്തെ നമ്മൾ വീഡിയോ ഒരു ഹൗസ് വാമിങ് വീഡിയോ ആണ് കേട്ടോ. അപ്പം ആരാന്ന് വെച്ചാൽ എൻ്റെ ഉമ്മൻ്റെ ആങ്ങളുടെ മോൻ്റെ അതന്നെ. അപ്പം ആ ഒരു വിശേഷങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ. അപ്പോൾ ഞങ്ങളിതാ പോവാൻ നിൽക്കുകയാണ് കേട്ടോ. നേരെ സമയം 12 മണിയായി. അപ്പം ഓട്ടോയിലാണ് പോകുന്നത്. വീട്ടിലാരും ഇല്ല വണ്ടി ഓടിക്കാൻ. അപ്പം ഓട്ടോക്ക് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. ഇപ്പോൾ വരും. അപ്പം അങ്ങനെ അന്നത്തെ ദിവസം രാവിലത്തെ കുറച്ച് വിശേഷം ഉണ്ട് കേട്ടോ. അത് കണ്ടിട്ട് ബാക്കിയുള്ള വിശേഷം കാണിച്ചു തരാം. ഇൻട്രോ പിന്നെ ഞാൻ അങ്ങനെ മാറ്റി നിന്നപ്പോൾ അങ്ങനെ എടുത്തതാണ്. അപ്പോൾ രാവിലെ സ്കൂൾ ദിവസമായതുകൊണ്ട് തന്നെ ഇന്ന് പുട്ടും ബീഫും പിന്നെ പത്തിരിയും ഉണ്ട് കേട്ടോ. അങ്ങനെ അതൊക്കെ വേഗമാക്കി. അപ്പോൾ സമയമില്ലല്ലോ, വേഗം തന്നെ ആക്കി വീഡിയോ എടുത്തിരിക്കാൻ സമയമില്ല. അതിനെപ്പോലൊക്കെ സ്കൂളിൽ പറഞ്ഞയച്ച് അപ്പോഴേക്ക് എണീറ്റ് ഓളെ കുളിപ്പിച്ച് ഫുഡൊക്കെ കൊടുത്ത് അങ്ങനെ ഇരുന്നപ്പോഴാണ് നമ്മളെ അല്ലൂസ് വന്നത് കേട്ടോ. മിനാൻ്റെ ഒക്കെ ഫ്രണ്ടാണ്. ഓൾക്ക് പിന്നെ 10 മണിക്കെറ്റാ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുക. അങ്ങനെ ഓളെ വലിയ കാര്യമാണ് കേട്ടോ. അപ്പോൾ വന്ന് കുറേ നേരം ഓളൊക്കെ കളിപ്പിച്ച് അതിന് ശേഷം പിന്നെ ഞാൻ ഓളെ ഉറക്കി കഴിഞ്ഞതിന് ശേഷം ഒരു 11 മണിയൊക്കെ ആകുമ്പോൾ വല്ലാത്തൊരു വിശപ്പ്. കാരണം എന്താ വെച്ചാൽ ഞാൻ ഇന്ന് നേരത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടുണ്ടായിരുന്നു. സാധാരണ ഞാൻ മക്കളൊക്കെ പോയി 10 മണിയാണ് കഴിക്കാൻ. ഇന്ന് നേരത്തെ കഴിച്ചതുകൊണ്ട് 11 മണിയൊക്കെ ആയപ്പോൾ എനിക്ക് ഭയങ്കര വിശപ്പ്. അപ്പം ഞാനൊരു പഴം വാട്ടി കഴിച്ച്. അപ്പം പിന്നെ അപ്പോഴേക്ക് പിന്നെ പോകാനുള്ള തിരക്കായല്ലോ. വേഗം ഡ്രസ്സൊക്കെ മാറ്റി വേഗം ഒക്കെ സെറ്റാക്കി. അപ്പോഴേക്ക് എണീറ്റിട്ടുണ്ടായിരുന്നു കേട്ടോ, ഉറങ്ങി. പിന്നെ ജാബിയും മോളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. ഓലുണ്ട് കൂടെ. ഞാനും ജാബിയും ഉമ്മയാണ് പോകുന്നത്. പിന്നെ ഇഷയും ദുബായി. അപ്പോൾ റെന്നൂസോലൊക്കെ സ്കൂളിൽ പോയിക്കാണ്. ബുധനാഴ്ച ആയതുകൊണ്ട് തന്നെ സ്കൂളിലെ ദിവസമാണ്. പിന്നെ എക്സാമാണ്, അങ്ങനെയൊക്കെ ഉണ്ടല്ലോ. പിന്നെ മുത്തിനും മീനാക്കൊന്നും എക്സാം അല്ല. അവർക്കൊക്കെ നെക്സ്റ്റ് മന്താട്ടോ സ്റ്റാർട്ട് ചെയ്യുക, ജനുവരിയിലാണ്. അങ്ങനെ ഞങ്ങൾ ഓട്ടോക്ക് വെയിറ്റ് ചെയ്തിരുന്നതിനും അങ്ങനെ ഓട്ടോ വന്ന് ഞങ്ങളതിൽ കയറി പോവാണ്. അങ്ങനെ ഹൗസ് വാമിങ് നടക്കുന്ന ആരാന്ന് വെച്ചാൽ ഉമ്മാൻ്റെ ആങ്ങളൻ്റെ മോനാണ്. പുതിയ വീടുണ്ടാക്കി താമസം മാറുകയാണ്. അപ്പോൾ ഉമ്മാൻ്റെ ആങ്ങളെന്ന് വെച്ചാൽ മാമൻ്റെ മോൻ കേട്ടോ. അപ്പം അങ്ങനെ വീട്ടിലെത്തി. ഫസ്റ്റ് കാണിച്ച വീടില്ല, അതിൻ്റെ ഒരു അമ്മോൻ്റെ വീടാണ്. അപ്പോൾ എല്ലാം ഒരു പറമ്പിൽ തന്നെയാണ് കേട്ടോ. 3 ആങ്ങളമാർ അമ്മക്കുള്ളത്. 3 ആങ്ങളമാരും ഒരു പറമ്പിലാണ് വീട്. ഇതാണ് ഹൗസ് വാമിങ് നടക്കുന്ന വീട്. ദുവ സൗണ്ട് ഇട്ടാണ്. അതിൻ്റെ തൊട്ട സൈഡിലായിട്ട് തന്നാൽ അമ്മോൻ്റെ വേറെ ഈ ഹൗസ് വാമിങ് നടക്കുന്ന ആളെ അനിയനും വീടുണ്ടാക്കുന്ന കേട്ടോ. അങ്ങനെ നമ്മൾ വെൽക്കം ഡ്രിങ്ക് കുടിച്ചിട്ട് അകത്ത് കയറി. അപ്പോൾ ആൾക്കാരൊക്കെ ഇങ്ങനെ വന്ന് വരുന്നേ ഉള്ളൂ. പിന്നെ ചെറിയ ഫംഗ്ഷനാണ്, നമ്മളെ റിലേറ്റീവ്സ് മാത്രം, കുടുംബം മാത്രമേ ഉള്ളൂ കേട്ടോ. ഫാമിലി മാത്രമായിട്ടുള്ളൊരു ചെറിയൊരു ഫംഗ്ഷനാണ്. അങ്ങനെ ഞാൻ നേരെ സൗണ്ട് ഇടല്ലതുവാ. അങ്ങനെ ഞങ്ങൾ പിന്നെ ഉള്ളിലൊക്കെ ആൾക്കാരായതുകൊണ്ട് കുറച്ചൊന്ന് ഉയ്യട്ടെ വെച്ചിട്ട് പിന്നെ മുകളിൽ പോയിട്ടോ. അവിടെ റൂമും കാര്യമൊക്കെ കണ്ട്. പിന്നെന്താ അത് കഴിഞ്ഞിട്ട് പിന്നെ ടെറസാണ് കേട്ടോ. ഇവിടെ 3 ബെഡ്റൂമാണ് മുകളിൽ, താഴത്ത് 2 ബെഡ്റൂം. അങ്ങനെ കേട്ടോ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം. അപ്പോൾ ഇതൊരു ടെറസാണ് കേട്ടോ. ഇത് നല്ലൊരു യൂസ്ഫുള്ളായിട്ട് തോന്നി. ഇങ്ങനെ ഗ്രില്ലൊക്കെ ഇട്ടതുകൊണ്ട് തന്നെ ഒന്നും വരില്ല, പൂച്ച അങ്ങനത്തെ സംഭവങ്ങളൊന്നും വരില്ല. അതുകൊണ്ട് ഞങ്ങളൊരു സ്പേസ് ഉണ്ട് കേട്ടോ അവിടെ. പിന്നെ അത് ഓരോരുത്തരും ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞില്ലേ, ഉമ്മാൻ്റെ 3 ആങ്ങളമാരും ഒരു പറമ്പിലാണ്. എല്ലാവരും വലിയ പറമ്പിൽ. ഇതാണ് കേട്ടോ അനിയൻ്റെ വീട് പോലെ. അമ്മോൻ്റെ വേറൊരു മോൻ്റെ വീട് പണി തുടങ്ങിയിട്ടേ ഉള്ളൂ, കഴിഞ്ഞില്ല. അതിന് അടുത്തതുണ്ടാവും. അപ്പം ആങ്ങളമാരുടെ വീടാണ് അതൊക്കെ. ഇതാണ് തറവാട്. പിന്നെ അപ്പുറം വേറൊരു ആങ്ങളുണ്ട്. അങ്ങനെയൊക്കെ ഞാൻ ഡീറ്റെയിൽ ആയിട്ടൊന്നും കാണിച്ചില്ല. അതൊന്നും അങ്ങോട്ടൊന്നും പോയി വീഡിയോ എടുക്കാൻ എന്താ പറയുക, എല്ലാവരും കാണുമ്പോൾ കുറേ സംസാരിച്ച് അങ്ങനെ സമയം അങ്ങനെ പോവും. വീഡിയോ എടുക്കണമെന്നൊക്കെ വിചാരിക്കും. പക്ഷേ എടുത്ത് കഴിയുമ്പോഴാണ് അല്ലാതെ എടുക്കണ്ടില്ലേനു, മറന്നുവല്ലോ എന്നിങ്ങനെ ഓർക്കുക. അപ്പോൾ പിന്നെ എല്ലാവരും ഇങ്ങനെ പേരിലൊക്കെ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ 12-12:30 ഒക്കെ ആയിട്ടുണ്ടായിരുന്നു കേട്ടോ പോകുമ്പോൾ. പിന്നെ ഫുഡ് കഴിക്കുന്ന സമയമാകുമ്പോഴേക്ക് എല്ലാവരും ഇങ്ങനെ എത്തുമല്ലോ. അപ്പോൾ ഇത് അമ്മോൻ്റെ 2 മക്കളാണ്. പിന്നെ എല്ലാവരും കാണുമ്പോൾ കുറേ കാലത്തിന് ശേഷം അല്ല, കഴിഞ്ഞ വീഡിയോസിൽ ഇവർ രണ്ടാളും ഉണ്ടാവും. പാറപ്പള്ളി പോയിട്ടുള്ള അതിന് സിയാറത്തിന് പോയ ഇവരുണ്ടായിരുന്നു കേട്ടോ. അതുപോലെ പിന്നെ അന്ന് കണ്ടിരുന്നു. ബാക്കിയുള്ളവരൊക്കെ പിന്നെ കുറേ കഴിഞ്ഞിട്ടാണ് കാണുന്നത്. ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാകുമ്പോഴാണല്ലോ കൂടുതൽ. ഇതാണ് താഴത്തെ ബെഡ്റൂം. അപ്പുറം വേറെ ബെഡ്റൂം ഉണ്ട്. അവിടെ പോയി വീഡിയോ എടുക്കാൻ പറ്റില്ല, അവിടെ ആൾക്കാരുണ്ടായിട്ട് വീഡിയോ എടുക്കാൻ പറ്റിയില്ല. പിന്നെ എന്താ പറയുക, വീടിൻ്റെ ഓരോ ഭാഗങ്ങളും ഞാൻ കുറച്ചൊക്കെ കാണിക്കുന്നുള്ളൂ പറ്റുന്ന രീതിയിൽ. അങ്ങനെ ഞങ്ങൾ ഫുഡ് കഴിക്കാൻ വേണ്ടി പോയി. ഫുഡ് എന്താണെന്ന് വെച്ചാൽ ബീഫ് ബിരിയാണി, പിന്നെ ചിക്കൻ പൊരിച്ചത്, നല്ല അടിപൊളി ബീഫ് ബിരിയാണി കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു.
ഫുഡിൻ്റെ കാര്യത്തിൽ ഞാൻ എവിടെ പോയാലും റിവ്യൂ പറയലുണ്ട്. പിന്നെ വീണ്ടും ഞങ്ങൾ വീട്ടിലേക്ക് തന്നെ കയറി. പിന്നെ കുറേ ഫോട്ടോസും അങ്ങനെയൊക്കെ എടുക്കാണ്ടായിരുന്നു, ഫാമിലി പിക്സ് അങ്ങനെ അതൊക്കെ എടുത്ത് അതിന് ശേഷം കുറച്ച് കഴിഞ്ഞപ്പോഴാണ് ഞങ്ങൾ പോയിട്ടുണ്ടായിന്. മക്കളൊക്കെ സ്കൂളിട്ട് വരുമ്പോൾ വീട്ടിൽ വേണമല്ലോ, പ്രത്യേകിച്ച് നമുക്ക് റോഡ് പണി ആയതുകൊണ്ട് തന്നെ മുകളിൽ ഹൈവേ റോഡ് അങ്ങോട്ട് പോകണം കേട്ടോ, 10-20 മിനിറ്റ് നടക്കാനുണ്ട്. അപ്പോൾ ബസ് ഇങ്ങോട്ടേക്ക് വരില്ല. പിന്നെന്താ, പുതിയ ആൾക്കാരൊക്കെ വീഡിയോയിലുണ്ട്. ഇത് മൂത്തമ്മൻ്റെ മോളെ ഹസ്ബൻഡാണ് കേട്ടോ. കുറേ കാലത്തിന് ശേഷം ഇങ്ങനെ കാണുമ്പോൾ കുറേ സംസാരിക്കാനുണ്ടാവും അങ്ങനെയൊക്കെ. പിന്നെ എന്താ പറയുക, ഫുഡൊക്കെ കഴിച്ചതിന് ശേഷം കുറേ സംസാരിച്ച് അങ്ങനെ സമയം പോയി. പിന്നെ ഒരു 3:30 ആയപ്പോഴാണ് തിരിച്ച് വീട്ടിലേക്ക് പോകാമെന്ന് വിചാരിച്ച്. സമയം 4:15 ആകുമ്പോഴാണ് മക്കൾ വരിക. അപ്പോൾ കുറച്ച് സാധനങ്ങളൊക്കെ അവിടുന്ന് വാങ്ങിക്കാനുണ്ട്. അപ്പോൾ കൂടി സമയം കറക്റ്റാവും. അങ്ങനെ പിന്നെ തിരിച്ച് വീട്ടിലേക്ക് പോകാൻ നോക്കി. ഇന്നത്തെ നമ്മൾ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ് കേട്ടോ. വീഡിയോ വിശേഷങ്ങളൊക്കെ കണ്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇൻഷാ അല്ലാഹ് പുതിയ വീഡിയോസൊക്കെ ആയിട്ട് ഞാൻ വീണ്ടും വന്നേക്കും. അതുവരേക്കും ടേക്ക് കെയർ, ബൈ, അസ്സലാമു അലൈക്കും.